നമസ്കാരം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ. രാജ്യത്തിന്റെ ശത്രുക്കളെ മുഴുവനും ദയാദാക്ഷിണ്യമില്ലാതെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. വാക്കിലും പ്രവൃത്തിയിലും രാജ്യദ്രോഹം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക സംവിധാനം വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും രാജ്യം വിടുന്ന പിടികിട്ടാ പുള്ളികൾ ഒളിവിലിരിക്കെ തന്നെ വിചാരണ ആരംഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. മധ്യപ്രദേശ് സർക്കാരിന്റെ പ്രതിനിധി സംഘവുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏറെക്കാലമായി ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ വിചാരണ ആരംഭിക്കണം. ഒളിവിൽ കഴിയുന്ന കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ മധ്യപ്രദേശ് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തു. ഭീകരവാദം, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ വകുപ്പുകൾ പ്രസ്തുത കേസിന് യോഗ്യമാണോ എന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തണം. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ പരസ്പരം എഫ്ഐആർ കൈമാറുന്നതിനുള്ള ഒരു സംവിധാനം സ്ഥാപിക്കേണ്ടതുണ്ട്. എല്ലാ ജില്ലയിലും ഒന്നിലധികം ഫോറൻസിക് സയൻസ് മൊബൈൽ വാനുകളുടെ ലഭ്യത ഉറപ്പാക്കണം. വീഡിയോ കോൺഫറൻസിലൂടെ ആശുപത്രികളിൽ നിന്നും ജയിലുകളിൽ നിന്നും പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്ത വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖാമൂലം സൂക്ഷിക്കുകയും വേണം. ഇക്കാര്യങ്ങൾ തുടർച്ചയായി സംസ്ഥാന പോലീസ് മേധാവി നിരീക്ഷിക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ ICJS പ്രകാരം അനുവദിക്കുന്ന ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കർശനമായി വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പാക്കണമെന്ന് അമിത്ഷാ മധ്യപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രിവിലേജ് ഇല്ലാത്ത സാധാരണ പൗരന്മാർക്കും നീതി ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമസഹായ സംവിധാനം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദരിദ്രർക്ക് ശരിയായ നിയമ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഫോറൻസിക് സയൻസിൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനായി മധ്യപ്രദേശ് സർക്കാർ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്.